കയറിപ്പറ്റാൻ, സ്വാധീനം ഉറപ്പിക്കാൻ തുർക്കി ശ്രമിക്കുന്നു. അതാണ് പ്രശ്നം. ഇത് നമ്മൾ മാത്രമേ ഇത് ഒരു ചാനൽ എന്നുള്ളതിലേക്ക് നിരന്തരം ചർച്ച ചെയ്യാറുള്ളൂ. നമ്മൾ ഈ അടുത്ത കാലത്തൊരു യുദ്ധക്കപ്പലും യൂസു തുർക്കിയിൽ പോയപ്പോൾ മാലദ്വീപ് കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മാലദ്വീപിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുന്നു, പാകിസ്ഥാനിൽ സ്ഥാനം ഉറപ്പിക്കുന്നു തുർക്കി. തുർക്കി അങ്ങനെ വലിയ രാജ്യമോ വലിയ ധനിക രാജ്യമോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണല്ലോ അസർബൈജാൻ, തുർക്കി, ചൈന, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ തുർക്കി ഇന്ത്യ സമുദ്രത്തിൽ താവളം ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. സൊമാലിയയിൽ അവർക്കൊരു താവളം ഉണ്ട് ഇപ്പോൾ തുർക്കിക്ക്. അയാൾക്ക് ഈ എർദോഗന് ഈ മതഭ്രാന്ത് കയറിയിട്ട് ഖലീഫ അവിടെ നിന്ന് വലിയ ആഗ്രഹമുണ്ടല്ലോ. സൗദി ആകരുത്, തുർക്കി ആകണം. സൗദി ആകരുത്, ഇസ്ലാമിക രാജ്യത്തിൻ്റെ നേതാവ് തുർക്കി ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. സൗദിയുടെ ചേരിയൊക്കെ നമ്മുടെ കൂട്ടത്തിലാണ്. ഇത് വേറൊരു ചേരിയാണ് തുർക്കിയുടെ നേതൃത്വത്തിലുള്ളത്. ആ ചേരിയുടെ ഒരു ഭാഗം മാത്രമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിലകൊള്ളുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ശത്രുവായിട്ട്, ചത്തപാമ്പായിട്ട് പാകിസ്ഥാൻ കിടക്കുമ്പോഴും തുർക്കി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.